ഇന്ത്യൻ സിനിമയിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് കമൽഹാസൻ. കാരണം ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കാനും തിരക്കഥ എഴുതാനും സംവിധാനം ചെയ്യാനും കഴിവുള്ള പല നടന്മാരുമുണ്ട്. ബട്ട് ഇദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഓരോ സിനിമയിലും പുതുതായി ഇന്നോവേറ്റീവായി എന്തെങ്കിലും കൊണ്ടുവരാൻ ഇദ്ദേഹം ശ്രമിക്കാറുണ്ട്. അതായത് പുതിയൊരു ടെക്നോളജി പഠിക്കാനും അത് തൻ്റെ സിനിമകൾ ആപ്ലിക്കബിൾ ആക്കാനും ഇദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി 1994 പുറത്തു വന്ന സിനിമയാണ് മഹാനദി. ഞാനും ഈ സിനിമ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബട്ട് ഒരു തവണ കണ്ടാൽ തന്നെ മനസ്സിൽ നിന്ന് പോകാത്തൊരു സിനിമ. ഒരു ഹാപ്പി ക്ലൈമാക്സ് ആണെങ്കിൽ കൂടി അവിടെ എത്തുന്നവരെ അത്രയും ട്രാജഡിയാണ്. ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇത്രയൊക്കെ കഷ്ടപ്പെടുത്താമോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. ഒരു ഗ്രാമത്തിലെ നായകൻ, അദ്ദേഹവും കുടുംബവും സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ അവിടെ കുറേ പേർ വഞ്ചിക്കപ്പെട്ട് നായകൻ ജയിലിലകപ്പെടുന്നു. അങ്ങനെ എത്തിപ്പെടുന്ന ഓരോ സ്ഥലത്തും ഓരോ നെഗറ്റീവ് ആൾക്കാരായി നായകനെ ഇടപെടേണ്ടി വരുന്നു. പറയുകയാണെങ്കിൽ അവരാരും നെഗറ്റീവ് അല്ല, വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ നായകനെടുത്ത് പെരുമാറുന്ന സീനിലൊക്കെ നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക. ഇതിൽ നായകൻ കൊൽക്കത്തയിൽ പോകുന്ന ഒരു സീനുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വന്ന് നായകൻ്റെ മകൾ ഉറക്കത്തിൽ സംസാരിക്കുന്ന ഒരു സീൻ. ഈ സിനിമ കണ്ടാൽ ആ സീൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. കൊച്ചിൻ ഹനീഫ എന്ന പേര് കേരളത്തിൽ മാത്രമല്ല തമിഴ് പ്രേക്ഷകർക്കും വളരെ സുപരിചിതനാണ്. അത് വെറും ശങ്കർ സിനിമകൾ അഭിനയിച്ചതുകൊണ്ട് മാത്രമല്ല, അത് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.